നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പിന്നാലെ പരിഭവം പങ്കുവച്ചിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിനോടുള്ള അതൃപ്തി പ്രകടമാക്കിയിരിക്കുകയാണ് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല. താൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ നിരവധി ഉപതെരഞ്ഞെടുപ്പുകൾ ജയിച്ചിട്ടുണ്ടായിരുന്നുവെന്നും എന്നാൽ തന്നെ ആരും ക്യാപ്റ്റൻ എന്ന് വിളിച്ചിട്ടില്ല എന്നുമായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രധാന പരാതി. ചാനലുമായുള്ള അഭിമുഖത്തിനിടെ രമേശ് ചെന്നിത്തല വി.ഡി. സതീശനെ ക്യാപ്റ്റൻ എന്ന് വിശേഷിപ്പിച്ചതിനെ പരോക്ഷമായി വിമർശിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ ചില മാധ്യമങ്ങൾ വി.ഡി. സതീശനെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇതേപറ്റിയുള്ള ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞപ്പോഴാണ് രമേശ് ചെന്നിത്തലയുടെ വിഷമവും എതിർപ്പും പരിഭവമായി പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചപ്പോൾ എന്നെ ആരും ക്യാപ്റ്റൻ എന്ന് വിളിച്ചില്ലല്ലോ. എത്രയോ ഉപതെരഞ്ഞെടുപ്പ് ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ജയിച്ചു. അന്ന് ആരും ക്യാപ്റ്റൻ എന്നുള്ള പദവി എനിക്ക് തന്നില്ല. അതെന്താണ് തരാഞ്ഞത്? അതൊക്കെയുള്ള ഡബിൾ സ്റ്റാൻഡേർഡ് എന്നാണ് പറയപ്പെടുന്നത്. തീർച്ചയായും പ്രതിപക്ഷ നേതാവിന് ഈ വിജയത്തിൽ മുഖ്യ പങ്കുണ്ട്. പ്രതിപക്ഷ നേതാവ് ആരായാലും ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ അദ്ദേഹത്തിന് അതിൻ്റെ ക്രെഡിറ്റ് ഉണ്ട്, അതിൽ സംശയമില്ല. പക്ഷെ ഞാൻ വിജയിച്ചപ്പോൾ എന്നെ ആരും ക്യാപ്റ്റനുമാക്കിയില്ല, കാലാൾ പട പോലും ആക്കിയില്ല. ഒരു ചാനലും ഒരു പത്രവും ഇങ്ങനെ ഒരു വിശേഷണം നൽകിയതുമില്ല. എനിക്ക് അതിനൊന്നും പരാതിയുമില്ല എന്നിട്ട് രമേശ് ചെന്നിത്തല പറയുകയാണ്. തുടർന്ന് ഉമ്മൻചാണ്ടിക്കും ഇങ്ങനെ പദവികളൊന്നും തന്നെ ആരും നൽകിയിട്ടില്ല എന്നും ചെന്നിത്തല പറയുന്നുണ്ട്. ഞാനും ഉമ്മൻചാണ്ടിയും ജയിച്ച കാലഘട്ടത്തിൽ ഞങ്ങൾക്കൊന്നും ആ പരിവേഷം ആരും തന്നിട്ടില്ല. ഇതൊന്നും മുഖവിലയ്ക്ക് എടുക്കേണ്ട കാര്യവുമില്ല. നമ്മളൊക്കെ എത്രയോ കാലമായി രാഷ്ട്രീയത്തിൽ നിൽക്കുകയാണ്. ഒരു മാധ്യമങ്ങളുടെയും പിന്തുണയോടെ അല്ലല്ലോ നമ്മൾ നിൽക്കുന്നത് എന്നും ചെന്നിത്തല ചോദിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിനെ ക്യാപ്റ്റൻ എന്ന് വിശേഷിപ്പിച്ചതിലെ അതൃപ്തി വ്യക്തമാക്കി പ്രകടമാക്കുന്നത് തന്നെയായിരുന്നു ചെന്നിത്തലയുടെ വാക്കുകൾ. തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ക്രെഡിറ്റിന്റെ ഭൂരിഭാഗവും ലീഗിനാണ് എന്നും ചെന്നിത്തല പറയുകയുണ്ടായിരുന്നു. കോൺഗ്രസിന്റെ പ്രവർത്തനത്തെക്കാൾ മികച്ചു നിന്നത് ലീഗാണ് എന്നും അദ്ദേഹം പറയുകയാണ്. മുസ്ലിം ലീഗിനും സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കും കുഞ്ഞാലിക്കുട്ടിക്കുമാണ് ബിഗ് സല്യൂട്ട് നൽകേണ്ടത്. കോൺഗ്രസ് നേതാക്കന്മാരെക്കാൾ മുന്നിൽ നിന്നുകൊണ്ടാണ് ഇവർ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. വീണ്ടാന്തരം കയറി ഇറങ്ങാൻ കുഞ്ഞാലിക്കുട്ടി തയ്യാറായി. മുസ്ലിം ലീഗ് തങ്ങളുടെ സ്വന്തം സ്ഥാനാർത്ഥിക്ക് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കുമോ അതുപോലെ തന്നെയാണ് ഇവിടെ ഷൗക്കത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. കോൺഗ്രസ് പ്രവർത്തിച്ചെങ്കിലും ഒരുപടി മുന്നിൽ നിന്നത് മുസ്ലിം ലീഗാണ് എന്നും ചെന്നിത്തല പറയുകയായിരുന്നു.